ഹലോ കൂട്ടുകാരെ, അതിൻ്റെ ഏതെങ്കിലും എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയർ കമൻറ്റും ഒന്നും മറക്കല്ലേ. നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യുന്നത്. ഇന്ന് സൺഡേ ആയിട്ട് ഒരു കുഞ്ഞു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, എണീറ്റപ്പോഴേ ലേറ്റായി. ഇന്നത്തെ കാര്യമെല്ലാം മൊത്തത്തിൽ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം തന്നെ 7:30 ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പതുക്കെ ചായ വെക്കണോ വേറെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ചായ വെച്ചിട്ട് തന്നെ ആവാം. ആദ്യം നമുക്ക് ജനലൊക്കെ ഒന്ന് തുറന്നിടാം, കാറ്റൊക്കെ കയറട്ടെ. പുറത്തോട്ട് നോക്കിയാലും അറിയാം നന്നായിട്ട് വെട്ടം വീണ്ടുണ്ട്. എണീറ്റ് കുളിച്ച് വന്നപ്പോഴേ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഒരു 7:45 8 മണി ആവാറാവുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ വെച്ചു. താണ്ടി നമ്മൾ പുറത്തോട്ട് കഥയൊക്കെ തുറന്നിറങ്ങി. അപ്പോൾ നമ്മുടെ പാല് വന്നിരിപ്പുണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു, അത് കാരണം ചെടികളൊക്കെ നല്ല ഉന്മേഷവാന്മാരായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എത്രയൊക്കെ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും മഴ പെയ്ത് കഴിയുമ്പോൾ അവരെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ആ ദിവസം രാവിലെ നമ്മൾ എണീറ്റിങ്ങനെ എത്ര നോക്കിയിരുന്നാലും നമ്മൾ അവിടെ ഇരിക്കും. സൺഡേ മാത്രമേ ഇങ്ങനെ ഇരിക്കാൻ പറ്റൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കാശപ്പൻ്റെ സ്കൂളിൽ പോകണമല്ലോ, അപ്പം നമ്മൾ വെളുപ്പിന് എണീറ്റേ പറ്റും. അങ്ങനെ നമ്മൾ വന്നു, പാലൊക്കെ എത്തിയെടുത്തു. ഇനി അത് കൊണ്ട് വെക്കണം. ഇനി കേതപ്പൻ എണീക്കുമ്പോഴത്തേക്ക് അതൊക്കെ റെഡിയാക്കണം. നമ്മുടെ കട്ടൻ ചായയായിട്ട് വീണ്ടും വന്നിരിപ്പുണ്ട്. ഐശേട്ടൻ താണ്ട് ബീഫ് വാങ്ങാം, ഞാൻ ചിക്കൻ വാങ്ങാൻ അതൊക്കെ പറഞ്ഞ് പോവാം. നേരത്തെ വാങ്ങിയില്ലെങ്കിലും നേരത്തെ ഫുഡ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പോവുക. ഇപ്പോഴത്തെ ഐശേട്ടൻ്റെ ഒരു കംപ്ലൈൻറ്റാണ്, ഞായറാഴ്ച 3 മണി ആയാലും ലഞ്ച് കിട്ടത്തില്ല എന്നുള്ളത്. എന്താ ചെയ്യുക, പറഞ്ഞിട്ട് കാര്യമില്ല. കേതപ്പനൊന്നിനും സമ്മതിക്കത്തില്ല. നമ്മൾ ലേറ്റായി പോവുമല്ലോ എണീക്കുമ്പോഴും. അങ്ങനെ കട്ടൻ ചായയും പത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നമ്മൾ യുവജനോത്സവത്തിൻ്റെ കാര്യങ്ങളാണല്ലോ പത്രത്തിൽ ഫുള്ള്. ഇതൊക്കെ കാണുമ്പോഴേ നൊസ്റ്റു അടിക്കും. തിരിച്ച് കയറിയപ്പോഴും നമ്മുടെ കേതപ്പൻ നല്ല ഉറക്കം കേട്ടോ. അങ്ങനെ അടുക്കളയുടെ വാതിൽ തുറക്കാമെന്ന് വെച്ചു. നമ്മുടെ കുറുവാ സംഘത്തിനെയൊക്കെ പേടിച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ അടുക്കള വാതിൽ വഴി അവരെത്തുന്നതല്ലേ അപ്പോൾ വീഡിയോയിൽ അതിലൊക്കെ പറയുന്നത്. അത് കണ്ട് പേടിച്ചിട്ടാട്ടോ. ഇന്നലത്തെ മഴയുടെ ബാക്കി പത്രമാണ് അടുക്കള ഭാഗത്ത് കാണുന്ന അലങ്കോലം. ഇതെല്ലാം ഇനി തൂത്ത് വൃത്തിയാക്കണം. ആദ്യം നമുക്ക് തുണി കഴുകാനുള്ളതങ്ങ് സെറ്റ് ചെയ്തിട്ട് അത് അവിടെ കിടന്നങ്ങ് റെഡി ആയിക്കോളുമല്ലോ. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വിരിച്ചിട്ടാൽ മതിയല്ലോ. അപ്പോഴേക്കും എന്താ കേതപ്പൻ എണീറ്റിട്ടുണ്ട്. കേതപ്പനിങ്ങനെ കണ്ടോ, അവന് നാണം വന്നു. അങ്ങനെ ഇതിനെയൊക്കെ നമ്മൾ തൂത്തുവാരി എല്ലാം മാറ്റണം, എന്നാലും ഒരു സമാധാനം വരും. എല്ലാം മുറ്റത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യം വരും. അങ്ങനെ ഇതെല്ലാം തൂത്ത് മാറ്റും. അല്ലെങ്കിൽ ഇവിടെ അധികം കരിയിലയൊന്നുമില്ല, എന്നും തൂത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ മഴ പെയ്തിട്ടാണ് ഇത്രയും. ആ നെല്ലിപ്പുളിയുടെ കരിയിലയാണ് കൂടുതൽ, ആ നോനിപ്പഴത്തിൻ്റെ നെല്ലിപ്പുളിയുടെ. ദേഷ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാനിതെല്ലാം വെട്ടിക്കളയുമെന്ന്. അതിനിടയ്ക്ക് കേതപ്പൻ്റെ തല കണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. കപ്പയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഞങ്ങളിവിടെ സത്യത്തിൽ ചീനി എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി കപ്പയെന്ന് പറയുന്നതേ ഉള്ളൂ. ഇതാണ്ട് ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യുക ഉള്ളി പൊളിക്കാൻ. ഉള്ളി എല്ലാം വാരിക്കളയുക. ഉള്ളി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ കഴുകി അടുപ്പത്തേക്ക് വെച്ചു. വെറുതെ ഇട്ട് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഇത് സ്വിച്ച് ഓണാക്കിയില്ല എന്ന് ഓർക്കുന്നത്. സ്വിച്ച് ഓണാക്കി രാവിലെ മൊത്തത്തിൽ കിളി പോയിരിക്കുക. അതിനെ വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു, അതും നമ്മൾ വറുക്കാനായിട്ട് വെച്ചു. എൻ്റെ ഈ അപ്പച്ചട്ടിയെപ്പറ്റി ശരിക്കും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, ഞാൻ കാര്യമാക്കുന്നില്ല. പിന്നെ നമ്മുടെ കാന്താരിമുളക് ചമ്മന്തി. ഇത് കേതപ്പനെ ഫുഡ് കഴിപ്പിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഇവൻ കഴിക്കില്ല. അവൻ്റെ കണ്ടോ, ഇങ്ങനെ കുത്തി കയറ്റിയാൽ ചിലപ്പോൾ കഴിക്കും. എടുത്തെല്ലാം ഇപ്പം കളയാം. അവൻ്റെ കയ്യിൽ വേണം അവനത്, പറഞ്ഞാൽ കേൾക്കില്ല. ഭയങ്കര പാടാണ് അവനെ കഴിപ്പിക്കാനായിട്ട്. വേറെ ആര് കൊടുത്താലും അവൻ കഴിക്കില്ല. അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാശപ്പനും മനുഷ്യട്ടനും എല്ലാം കഴിച്ചിട്ട് നേരത്തെ അവരതിന് പോയി. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അതിനെയെല്ലാം കഴുകി വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സമാധാനമാണ്. പിന്നെ അടിച്ചു വാരാനുണ്ടായിരുന്നു. അങ്ങനെ
അടിച്ച് വാരൽ കഴിഞ്ഞു. അതിനുശേഷം റെസ്റ്റ് ചെയ്യുക, TV കണ്ട് റെസ്റ്റ് ചെയ്യുക. അവർക്കൊക്കെ റെസ്റ്റ് ആവാമല്ലോ. പിന്നെ അതിനിടയ്ക്ക് കയറുക. ഇവനിങ്ങനെ കൃമി പോലെ ഇങ്ങനെ ഓരോന്നിനും ഇടയ്ക്ക് കയറിക്കൊണ്ടിരിക്കണം. അവനിപ്പോൾ ചൂല് വേണം. അങ്ങ് എടുക്കാമെങ്കിൽ പ്രശ്നമില്ലല്ലോ, അത് അവിടെ ഇരുന്നോളുമല്ലോ. ഇപ്പോൾ ഇതൊരു പ്രാക്ടീസായി, ഇങ്ങനെ എടുത്തുകൊണ്ടുള്ള ജോലി ചെയ്ത്. കുക്ക് ചെയ്യുമ്പോഴേ എനിക്ക് പേടി, ഇവൻ കൈ എന്തെങ്കിലും എണ്ണയിലൊക്കെ ഇടും. അപ്പോഴേക്കും നമ്മുടെ കഴുകി കഴിഞ്ഞ് തുണിയെല്ലാം നമുക്ക് വിരിച്ചിടാൻ. ഞാൻ പുറത്തോട്ട് വിരിച്ചിട്ടില്ല, ഒരു മഴക്കോളമൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ പുറത്ത് വിരിച്ചിട്ടാൽ പിന്നെ വീണ്ടും മഴ പെയ്യുമ്പോൾ എടുത്ത് അകത്തിടാൻ നടക്കണം. ഇതിൻ്റെ അടിയിലാകുമ്പോൾ കുഴപ്പമില്ല. അവിടെയും കേതപ്പം വന്നു, അവിടുന്ന് ഞാൻ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മുടെ ബീഫും ചിക്കനും വാങ്ങി വന്നു. ബീഫിനെ മാത്രം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ചിക്കനെ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. നമുക്കിന്ന് നെയ്ച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കാമെന്നാണ് എൻ്റെ പ്ലാന്. അടിപൊളി ബീഫാണ് കിട്ടിയത്. അതിനെ ബീഫിനെ എല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത്, എന്നിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി നന്നായിട്ട് എല്ലായിടത്തും പുരട്ടി നന്നായിട്ട് മസാല പിടിച്ച്, എന്താ പറയുന്നത്, മസിൽ പിടിച്ചെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പുരട്ടി. മസാല പുരട്ടി വെച്ചാൽ നമ്മൾ ചിക്കനായാലും ബീഫായാലും ഒരു ടേസ്റ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്കൊരു ഇങ്ങനെ നേരിട്ടിടുമ്പോൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ബീഫ് ആശാനോടിരുന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ കറിയൊക്കെ അടുപ്പിലാക്കിക്കൊണ്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി. റൈസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ റെഡിയായി വരുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് റെഡിയായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് പോകാം. റൈസ് നമ്മൾ വരട്ടാനൊക്കെ അടുപ്പിലോട്ട് വെച്ചു. അപ്പോഴാണ് ഉച്ചയായപ്പം ചേച്ചി വിളിച്ചപ്പോഴും ആലോചിക്കുന്ന ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, കസിൻ്റെ ഹൗസ് വാമിങ് ചേട്ടൻ്റെ. അപ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് പരിപാടിയൊക്കെ നടത്തുക. അങ്ങനെ അതെല്ലാം റൈസെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ അവർ വരും, അവരുടെ കൂടെ ഒരുങ്ങി പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുങ്ങുവാണെങ്കിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ പോകാം. അങ്ങനെ ഇത് സെറ്റായി വന്നപ്പോഴത്തേക്കും എന്തായാലും അവർ വന്നു, അവരുടെ കൂടെ കയറിപ്പോയി. അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. അവർ ഈ വീഡിയോയ്ക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് തരിക. ഉണ്ടാക്കിയത് പിന്നെ അപ്പൂപ്പൻ്റെ കൂടെ പോയിരുന്നു. അവിടെ ഇരുന്ന് കുരുത്തക്കേട് ഒപ്പിക്കാമല്ലോ. അങ്ങനെ നമ്മൾ ഹൗസ് വാമിങ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അടിപൊളി ഒരു വീടായിരുന്നു, നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ആയിരുന്നു. ഉച്ചയായപ്പം ഇവിടെ അധികം ആളൊന്നുമില്ല, പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് ആളുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഇവിടെ ആൾ കുറവാണല്ലോ എന്ന്. പിന്നെ ഓരോ ബന്ധുക്കളെ കണ്ട് ബന്ധങ്ങൾ പുതുക്കി വെച്ചു. ഇതുപോലുള്ള ചടങ്ങുകൾക്ക് വരുമ്പോഴാണല്ലോ മിക്കവാറും റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ കാണുന്നത്. നേരത്തെയൊക്കെ എന്നും വിളിക്കുകയൊക്കെ ചെയ്യും, ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ. എല്ലാവരും വീടൊക്കെ കയറി കണ്ടു. എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഹാളാണിത്, അടിപൊളി ഒരു ഇതൊക്കെ ഉണ്ട്, മരം. പിന്നെ നമ്മുടെ ഇത് ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു. നമ്മളൊരു പുതിനയിട്ട കട്ടൻ ചായയൊക്കെ കുടിച്ച് സന്ധ്യ ഇങ്ങനെ ഇരുന്നപ്പോൾ അന്ന് ഓച്ചിറ വരെ പോകാമെന്ന് വിചാരിച്ചു. ഓച്ചിറയിൽ പോയി ഒന്നിൽ റൈഡിലൊന്നും കയറിയില്ലായിരുന്നു. അപ്പോൾ കാശപ്പം റൈഡിൽ കയറണം. എന്നെയും കൊണ്ടാണ് കയറിയത്. വലിയ തൊട്ടിയാട്ടത്തിലൊക്കെ കയറി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അവിടെ കയറിയിരുന്ന് വീഡിയോയിൽ കൂടെ കാണാൻ സൂപ്പറായി. പിന്നെ മരണക്കിണറിലൊക്കെ കയറി. എൻ്റെ കുഞ്ഞിനോട്ടം ഞാൻ കയറുന്നത് പേടിയില്ലാതെ കയറുന്ന ഒരേ ഒരു സംഭവം ഇത്. പിന്നെ തൊട്ടിയാട്ടം ഞാൻ കയറാറേ ഇല്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്രാവശ്യം അവൻ എന്നെ വിളിച്ചുകൊണ്ട് കയറി. നല്ല വ്യൂ ആ മേളിൽ നിന്ന് താഴോട്ട് നോക്കാം കേട്ടോ. അത് നമുക്ക് ഇതിന് കിട്ടുന്ന ഒരു പ്രധാന ഗുണമാണ് ആ ഒരു കാഴ്ച. താഴെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലേ. അങ്ങനെയൊക്കെ അതെല്ലാം കണ്ടു. അതെല്ലാം കണ്ടു. കാശപ്പന് പേടിയൊക്കെ ഉണ്ടായിരുന്നു. കേതപ്പൻ മരണക്കിണറിൻ്റെ മേളിൽ കയറി നിന്നപ്പോൾ അവന് അബ്ബ എന്ന് വിളിക്കുന്ന കേട്ടില്ലേ, അവന് അതൊന്നും പേടിയില്ല. പിന്നെ കേതപ്പനെ ഒരു കുഞ്ഞ് കാറിൽ കയറ്റി. അപ്പോൾ അച്ചായിക്ക് പേടി, അവൻ കരയുന്നരുതി. അവൻ കരയുന്ന പോയിട്ട് അതിൽ നിന്ന് ഇറങ്ങാൻ തന്നെ അവന് മടിയായിരുന്നു. പിന്നെ കുറച്ച് പഴയകാല മിഠായികളൊക്കെ കണ്ടു, വാങ്ങി, പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു സൺഡേ ബിസി ആയിപ്പോയി.